സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം കഴിഞ്ഞ 10 വർഷമായി ഏറ്റവും മികച്ച രീതിയിലാണ്. സർക്കാർ നൽകുന്ന ഗ്രാന്റ് ഉപയോഗിച്ച് ക്ഷേമനിധി പെൻഷനുകളും മറ്റ് ആനുകൂല്യങ്ങളും ഉൾപ്പെടെ മുടങ്ങാതെ നൽകി വരുന്നു. 1.25 കോടി രൂപയോളമാണ് കേരള ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ഷേമനിധി ബോർഡ് മാത്രം ഓരോ മാസവും പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്യും. 17,96,000 അംഗങ്ങളാണ് ഇതുവരെ കേരള ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 7,736 പേരാണ് പെൻഷൻ കൈപ്പറ്റുന്നത്. ക്ഷേമ പെൻഷൻ കൂടാതെ വിവിധ സ്കോളർഷിപ്പുകൾ, വിവാഹാനുകൂല്യം, പ്രസവാനുകൂല്യം, ചികിത്സാ സഹായം, മരണാനന്തര ചെലവ് തുടങ്ങിയവയും ക്ഷേമനിധി ബോർഡ് നൽകി വരുന്നുണ്ട്. തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് കേരള ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ഷേമനിധി ബോർഡ് നടത്തിവരുന്നതെന്ന് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല പറഞ്ഞു. സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകളിലെല്ലാം പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും 1 രൂപ പോലും കുടിശ്ശികയില്ല എന്നുമാണ് ഈ ക്ഷേമനിധി ബോർഡ് നൽകിയിട്ടുള്ള വിവരാവകാശ രേഖ പരിശോധിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ തൊഴിലാളികളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തൊഴിലാളി സർക്കാരിൽ നിന്ന് തന്നെ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ ക്ഷേമനിധി ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെൻഷൻ ഇനത്തിൽ കേരള ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ഷേമനിധി ബോർഡ് ഇതുവരെ 1 രൂപ പോലും കുടിശ്ശിക നൽകാനില്ലെന്നും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. അർഹരായ ക്ഷേമനിധി അംഗങ്ങൾക്ക് പ്രസവാനുകൂല്യമായി 2,60,00,000 രൂപയോളം കഴിഞ്ഞ 10 വർഷത്തിനിടെ LDF ഭരണകാലത്ത് വിതരണം ചെയ്തു. കഴിഞ്ഞ വർഷം മാത്രം 30 ലക്ഷം രൂപയാണ് ഈ ഇനത്തിൽ വിതരണം ചെയ്തത്. തൊഴിലാളിയിൽ നിന്നും 50 രൂപയും തൊഴിലുടമയിൽ നിന്നും 50 രൂപയും ഉൾപ്പെടെ 100 രൂപയാണ് ക്ഷേമനിധി വിഹിതം. 2,18,438 സ്ഥാപനങ്ങൾ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ഷേമനിധി ബോർഡിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 43.07 കോടി രൂപ കഴിഞ്ഞ 10 വർഷത്തിനിടെ സർക്കാർ ബോർഡിന് ഗ്രാന്റായി നൽകിയിട്ടുമുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.